റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എങ്ങനെ നിങ്ങൾ വാട്സപ്പിനെ നിങ്ങളുടെ ബിസിനസ്സിൽ ലിവറേജ് ചെയ്യണമെന്നതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണിത്. നിങ്ങൾക്ക് വരുന്ന ഓരോ എൻക്വയറികളും നല്ല രൂപത്തിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഓൺ ദ സ്പോട്ടിൽ കൊടുക്കാനും അതുപോലെ തന്നെ ആ ഒരു ലീഡ് എത്രത്തോളം നമ്മളെ കണ്ടന്റുമായിട്ട് അല്ലെങ്കിൽ നമ്മളുമായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട് എന്ന് അറിയാനും പറ്റും. വെറുതെ ഒരു ആഡില് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് റിപ്ലൈ ഇട്ട് പോവല്ല. എത്ര സമയം അവരെ എൻഗേജ് ചെയ്യുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവരെ അനലൈസ് ചെയ്യാം. അവര് കറക്റ്റ് ലീഡാണോ, ഹോട്ട് ലീഡാണോ, വാം ലീഡാണോ എന്നൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഇതാണ് ഹിരനന്ദിനി കമ്മ്യൂണിറ്റീസിന്റെ ഒരു ഫേസ്ബുക്ക് ആഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു ആഡിന് റിപ്ലൈ ആയിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജസ്റ്റ് അവരുടെ ഒരു വാട്സപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഒരു മെസ്സേജ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ 2 BHK അപ്പാർട്ട്മെന്റ് എന്നുള്ള. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്ലൈകൾ വന്നു. ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആയിട്ടുള്ളത്, അതിന്റെ ഡീറ്റെയിൽസ് കാണാനുള്ള ഒരു മെനു ആയിട്ടാണ് ആ ഒരു മെസ്സേജുകൾ വന്നിട്ടുള്ളത്. അതിന്റെ ഫോട്ടോസ് പിന്നെ ഡീറ്റെയിൽ എല്ലാം ആയിട്ട് നമ്മൾ അതിന്റെ സി ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ നമ്മളോട് മെയിൽ ID ചോദിക്കുന്നുണ്ട്. മെയിൽ ID ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മെയിൽ ID ടൈപ്പ് ചെയ്തു. ഇപ്പൊ ആ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് തന്നു. അതിന്റെ പ്രോജക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ആയിട്ട് വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ അമ്യൂണിറ്റീസ് ഉണ്ട്, എന്തൊക്കെ മറ്റ് സൗകര്യങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അപ്പൊ നമ്മൾ അതിൽ എത്ര ഇതാണ് നമ്മുടെ ഓപ്ഷൻ, അതായത് എത്ര BHK ഉള്ളതാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. 2 BHK സെലക്ട് ചെയ്തു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ്, അതായത് ഇപ്പോ പല ഫ്ലവേഴ്സ് ഉണ്ടാവുമല്ലോ, ഇപ്പൊ അക്കേഷ്യ, ഓർക്കിഡ്, ഇതുപോലെ ലാവൻഡർ, ഇങ്ങനെ പല ഫ്ലവേഴ്സിലെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതായിട്ട്. മാരിഗോൾഡ്, മേ ഫ്ലവർ ആയിട്ട് ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അതിന്റെ ഡീറ്റെയിൽസ് വന്നു. ആ ഒരു ടവറിൽ എത്ര ഏക്കറിലാണ് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നതെന്നും പിന്നെ എത്ര കോൺഫിഗറേഷനിലാണ് 2, 3, 4 BHK രൂപത്തിലാണ് അതിന്റെ കാര്യങ്ങളുള്ളത്, പിന്നെ അതിന്റെ റേര നമ്പർ, സ്റ്റാറ്റസ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതില് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഫ്ലോർ പ്ലാന്, ലേഔട്ട് പ്ലാന്, ബ്രോഷർ, ലൊക്കേഷൻ, ടൗൺഷിപ്പിന്റെ ഇമേജുകൾ, അമ്യൂണിറ്റീസ്, ഇങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടുള്ള ബട്ടൺസ് അവൈലബിൾ ആണ്. ഫ്ലോർ പ്ലാൻ എടുത്തു നോക്കി. ഫ്ലോർ പ്ലാന് ഈ രൂപത്തിലാണ് വരുന്നത്. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ അതിന്റെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൊക്കേഷൻ മാപ്പ് അപ്പോ സെലക്ട് ചെയ്തപ്പോൾ അതിന്റെ ഒരു ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ, പിന്നെ അതിന്റെ ഇമേജ് കാര്യങ്ങൾ വരുന്നുണ്ട്. വീഡിയോ സെലക്ട് ചെയ്തപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയുടെ നമുക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ലിങ്ക്, യൂട്യൂബ് ലിങ്ക് തരുന്നുണ്ട്. കൂടാതെ അതിന്റെ ഒപ്പം തന്നെ മറ്റു ഓപ്ഷൻസും തരുന്നുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അമ്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും അമ്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നല്ല ഇമേജസ് പ്ലസ് അതിന്റെ ഒരു ടെക്സ്റ്റ് ഡീറ്റെയിൽസ് ആയിട്ടാണ് തരുന്നത്. ജോഗിങ് ട്രാക്ക്, മെയ്സ് ഗാർഡന്, അങ്ങനെ കുറെ സംഭവങ്ങൾ അവര് അതിന്റെ ഇമേജസ് എല്ലാം ആയിട്ട് അയച്ചു തരുന്നുണ്ട്. എല്ലാം 3D ജനറേറ്റഡ് ഇമേജസ് ആണ്, കാരണം പ്രോജക്റ്റ് അണ്ടർ കൺസ്ട്രക്ഷനിലാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതുപോലെ നമുക്കും ചെയ്യാം. ഇനി ഇതുപോലെ നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പർ ഉണ്ടാവും, അതിൽ കണക്ട് ചെയ്യാം. അതുപോലെ ഇത് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കണക്ട് ചെയ്യാം. എനിവേ, താങ്ക് യു സോ മച്ച്.